എന്തായി? അവളെ അറിയാവുന്ന ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു നോക്കി, അവരാരും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇവളെന്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ? ഏത് നേരം ഇൻസ്റ്റയ്ക്കകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നോളാ. ഇപ്പോൾ ഓൺലൈന് കാണിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരുടെ നിന്ന് സ്ഥലത്ത് പോയി നോക്കിയാലോ? അനിയ എൻ്റെ ദൈവമേ, ഇയാളുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ട്രിബിൾസ് ആണല്ലോ, അത് ഹെൽമറ്റും ഇല്ലാതെ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാമോ? സാറേ, നേരിട്ടുണ്ട് മാപ്പ് പറയായിരിക്കുമായിരുന്നു. എവിടെ ഇരിക്കുമായിരുന്നു? എവിടെ ഇരുന്നേ? ഞാൻ കണ്ടില്ലല്ലോ. ആ സാറേ, വണ്ടി ഇട്. സാറ് ഒരു പേര് മറ്റേ പരിപാടി കാണിക്കല്ലേ? ഓക്കെ സാർ, ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. എന്താടാ അയാൾ തിളപ്പെന്ത്? സാറേ സോറി സാറേ, ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൊച്ചിനെ കാണാനില്ല, അതിനെ തിരക്കി പോകുന്ന വഴിയാ. ഏത് വെച്ച്? ആണോ പെണ്ണോ? വയസ്സെത്ര? സാറേ പെങ്കൊച്ച്, വയസ്സ് 22. നിന്റെ ആരാ? നിന്റെ ആരാടാ? സാറേ എൻ്റെ പെണ്ണ. നിന്റെ കല്യാണം കഴിഞ്ഞാന്? സാറേ ഞങ്ങൾ ഇഷ്ടത്തില്ല. മൂന്നിങ്ങോട്ട് ഇറങ്ങി, ഇറങ്ങടാ അങ്ങോട്ട്. അവളെ എവിടെ കൊണ്ടുപോയി വിട്ടടാ? വേണ്ട സാറേ, ഒരുമാതിരി തോന്നിയ ദിവസം പറയല്ലേ. പറയാൻ നീ എന്ത് ചെയ്യൂടാ മൈനെ? പെണ്ണ് ചത്തോ ജീവനോടുണ്ടെന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. തൽക്കാലം നീയൊന്നും ഈ വണ്ടിയിൽ പോകത്തില്ല. സാറേ, അവള് നിന്നിരുന്ന സ്ഥലം നമുക്കറിയാം, അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. എടാ, നിന്റെ അടുത്തൊക്കെ അല്ലേ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്? ഇനി ഇൻഷുറൻസും ഇല്ല, പിന്നെ നീയൊക്കെ റൂൾ അനുസരിച്ചിട്ടൊന്നുമല്ലല്ലോ ഇത് കാലിൻ്റെ ഇടയ്ക്ക് കയറ്റി ചോട്ടിക്കുന്നത്. നമുക്കെങ്കിൽ വേറെ വണ്ടി പോയപ്പോര്. അതൊന്നും വേണ്ട, അയാൾ ഇതിൽ വല്ല കഞ്ചാവ് വെച്ച് നമ്മളെ കുടിക്കാല. സ്റ്റേഷനിൽ ചെന്നാൽ അവന്മാർ റൂള്, അവന്മാരെ തോന്നി മാസം പക പോക്കും അയാൾ. ഹലോ എടി, നമ്മളന്ന് അടിച്ച പോലീസുകാരൻ സസ്പെൻഷനിലാണെന്നല്ലേ നീ പറഞ്ഞേ? അതെ. അയാൾ ഡ്യൂട്ടി കയറിയില്ലല്ലോ? ഇല്ല. ഉറപ്പാണോ? ആ അയാൾ സസ്പെൻഷനില്ല, അറിഞ്ഞു. ബാക്കി വരുന്നിടത്ത് വെച്ചാണ്. ചാവിയാ സാറേ, ചാവിയാ. വിടാ. അവളാ. നീ എവിടാ? ഞാൻ വീട്ടിൽ വന്നു. വാട്ട്? നിനക്ക് ഇതിൻ്റെ ഇടയിൽ വീട്ടിലോട്ട് ഉണ്ടാക്കണമെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് പൊക്കിയൂടെ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, കണ്ട ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ട് അതിലെ പദപ്രയോഗങ്ങൾ എൻ്റെ മേലെ ഉപയോഗിക്കില്ലെന്ന്. കള്ളം.
ഇംഗ്ലീഷ് പടങ്ങൾ മാത്രമല്ലടി, മലയാള പടങ്ങളും കാണും. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ എന്താ ചെയ്തേ? എടി എത്ര തവണ വിളിച്ചടി നിന്നെ? വെറും മോശമായ സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ നിന്നെ അവിടെ നിർത്തിയിട്ട് പോയത്. നിനക്കൊന്നും വിളിച്ചു പറഞ്ഞുകൂടെയിരുന്ന? ഈ മോശമായ സിറ്റുവേഷൻ ആരാ ഉണ്ടാക്കിയേ? എടാ ദൃശ്യ, ഞാനാണോ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവന്മാരുമായിട്ട് അടിയുണ്ടാക്കിയേ? ഞാൻ പറഞ്ഞു നിന്നോട് തല്ലുണ്ടാക്കാൻ, പറഞ്ഞോ? ഓക്കെ ഓക്കെ, ഞാൻ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഞാൻ തന്നെയാണ് തല്ലുണ്ടാക്കിയത്. മേഡം, ഞാൻ വിളിച്ചിട്ട് എന്തായിരുന്നു ഫോൺ എടുക്കാതിരുന്നത്? നീ അത് ആദ്യം ചോദിക്കണമായിരുന്നു. ഫോൺ എടുക്കാത്ത എന്തുകൊണ്ടെന്നല്ല, ഫോൺ എടുക്കാൻ പറ്റാതിരുന്ന എന്തുകൊണ്ടാണെന്ന്. എന്താ? എടി 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 എടി, ഈ പെമ്പിളരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എടാ ദൃശ്യ, ആ മൈരൊക്കെ ചേർന്നാണ് അവളെ ഇങ്ങനെ ആക്കിയത്. എടാ അവള് കാളിലാണെന്ന്. ഹലോ എടാ, അവര് പണി തന്നതാ. ദൃശ്യേ, നമുക്ക് ദീക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ? കൂട്ടുകാരുടെ ബർത്ത്ഡേ എന്നുള്ള കാര്യം മറന്നാ? ഞാനും കരണും ചേർന്ന് ദീയയ്ക്ക് ഒരു സർപ്രൈസ് എടുക്കാതിരിക്കുക. കരൺ, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നൊരു നല്ല ദിവസമില്ലേ? പോരാത്തുനിന്ന് എല്ലാം പറഞ്ഞ് സോൾവായി. ഇന്ന് കൊടുക്കാനുള്ള സർപ്രൈസിന് ദൃശ്യം ഒന്ന് കൂട്ടിക്കണം. കരം പറഞ്ഞിട്ടാ. നീ എന്താ ഇവിടെ? സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കരൺ അവളോട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ദൃശ്യ അവളുടെ ഫോണൊന്ന് വെച്ച് സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കണം. നിന്റെ ഫോണിങ് എടുത്തേ. അതിനുശേഷം ഞാനും കരണം വന്ന് സർപ്രൈസ് കൊടുത്തോളാം. ഒരു കാര്യമുണ്ട്. പന്ന പുന്നാര മോളെ, നിന്നെ കോളേജ് വിട്ടത് പഠിക്കാനാണ്, അല്ലാതെ കണ്ട കഞ്ചാവടിയന്മാരുടെ വണ്ടി കയറിയിട്ട് ഈ കാട്ടി ഒന്ന് കിടക്കാനല്ല. ദിയയ്ക്ക് സുഖമാണ് കേട്ടോ. ആ, അതെങ്ങനെ അറിയാനാ? പെങ്ങളാരത്തെ ശ്രദ്ധയില്ലാത്തവനാണല്ലോ കണ്ടവന്മാരെ കൊണ്ടുപോയി. പണിയെ ധൈര്യം ഉണ്ടെങ്കിൽ പറ, തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ആരാ? ഇപ്പം പോയി പെങ്ങളെ സേഫാക്കാൻ നോക്ക്. അവന്മാർക്കുള്ള പണി അവിടെ ചെന്ന് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ വരുത്തണം. ആളെനിക്കറിയാം. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവന്മാരാണ്. ഇനി പെങ്ങളെ സ്ഥിതി കൂടെ കാണിച്ചു തരാം. ചേട്ടാ, അങ്ങനെയൊന്നും അല്ല. അച്ഛനത് അറിഞ്ഞാലേ വെട്ടിയറിഞ്ഞ് തിങ്ങിനെ വളമാക്കും. നോക്കണ്ട, ചിറ്റപ്പ ഒന്നും പറയില്ല, വന്ന് വണ്ടി കയറി. മുമ്പോട്ട് മാറിയേക്കടി. ഇനി എന്താ അടുത്ത പ്ലാൻ? ഒരു ബന്ധം തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അറിയാമോ? തെറ്റിദ്ധാരണ.
അത് നമ്മൾ അവർക്കിടയിൽ ഉണ്ടാക്കി. ഇനി എല്ലാം താനെ തെറ്റിപ്പിരിഞ്ഞോളൂ. എല്ലാം അവരുടെ പ്ലാനായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതായിരുന്നു അവൻ്റെ സ്കെച്ച്. നീ അവളെ വിളിച്ചൊരു സോറി പറ. എടാ എൻ്റെ ഒന്ന് വിളി. ആ അത് തന്നെ. എടി ഞാനാ, സോറി. പോടം.